എന്താണെന്ന് അറിയാല്ല. ബൈബിളൊക്കെ വന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ ഫോൺ വന്നത്. ആദ്യം മനുഷ്യർ ഇത് പുസ്തകങ്ങൾ ഇറക്കിയ ശേഷം അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചു വന്നതാണ് ഇതിലോട്ടെത്തിയത്. നിങ്ങൾ ബുക്ക് വന്ന് വായിക്കാതെ ബാലരമയൊക്കെ വായിക്കാതെ കളിക്കുടുക്കയൊക്കെ വായിക്കാൻ നടന്നിട്ട് ഇവിടെ വന്നിരുന്ന് മണ്ടത്തരങ്ങൾ നടത്തുന്നു. അതെ, അതെ. അത് ഞങ്ങക്ക് മനസ്സിലായി. ഇപ്പം ആരാണ് ഈ മണ്ടത്തരം പറയുന്ന, ആരാ കളിക്കുടുക്ക വായിച്ചേക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാത്ത ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ വായിക്കുമ്പോൾ പുച്ഛിച്ചും കളിച്ച് ചിരിച്ചും നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ, അതെ. മറ്റേ എബി എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട് നിങ്ങളെക്കാളും. അതെ, അതെ. നിങ്ങൾ ഈ ഒന്നും മനസ്സിലാവാതെ മന്ദബുദ്ധിത്തരം കളിക്കുകയാണ്. പാസ്റ്റർ ഇങ്ങോട്ട് കേറി വന്നേ ദൈവം ഏതാണ്ട് 10 കൽപ്പന കൊടുത്തിട്ടുണ്ട്. അത് ബൈബിളിനകത്തുണ്ടെന്നൊക്കെയാ പറയുന്നത്. ഇത് നേരാണോ? ബൈബിൾ എന്തുവാ? ജോണിന്റെ കയ്യിൽ അതിന്റെ എല്ലാം തെളിവുകളുണ്ട് കേട്ടോ. ഈ പുള്ളി പാസ്റ്ററാ. പാസ്റ്ററോട് ചോദിക്കൂ. എനിക്കാണ് ചോദിക്കുന്ന കാര്യമില്ല. ഇത് ബൈബിളിലുള്ള കാര്യമല്ലേ. നിങ്ങൾ ഈ ബൈബിൾ പുസ്തകത്തിൽ ഇന്ത്യൻ ഭരണഘടനയൊക്കെ എഴുതി വെച്ചിരിക്കുകയല്ലേ. ബൈബിളിലെ ലോകത്തിലെ ഈ ലോകത്തിലെ നിയമങ്ങളിലെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കില്ലേ. നിങ്ങൾ അവിടെ നിന്ന് കോടതിയിൽ നിന്ന് പറയോ ഇത് ബുക്കിൽ എഴുതിയതാണ്. സഹോദരാ, ഈ നിങ്ങൾ ചുമ്മാ ബൈബിൾ വിടുവായത്തിനൊക്കെ എഴുതിയത് ആരാ? പറയല്ലേ. അത് ഈ ബൈബിൾ ചുമ്മാ എഴുതിയത് ആരാ? വിടുവായത്തിനൊക്കെ നിങ്ങൾ ഈ പറയുന്ന ദൈവം നേരിട്ട് അവിടെ ഇരുന്ന് അച്ചടിച്ച് കൊടുത്തു വിട്ടതാണോ? അതായത് ഈ മുസ്ലിങ്ങൾ പറയുന്ന പോലെ വഹി കിട്ടിയ സാധനം അങ്ങാനാണോ ബൈബിള്? അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ അങ്ങനെ പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ ഈ ബൈബിള് എന്ന് പറഞ്ഞ് ബൈബിള് തലയെ കൊണ്ട് നടക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ സഹോദരി. ബൈബിള് ഒരു പുസ്തകം. അതിലിപ്പോ നല്ല കാര്യങ്ങൾ എനിക്ക് തോന്നി പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് കോളേജ് ഞാൻ ചോദിക്കട്ടെ. അതിനകത്തൊക്കെ പലതും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിന്റെ അപ്പനും അമ്മയെ ബഹുമാനിക്കുക എന്ന വാക്യത്തോടുകൂടി ആദ്യ കൽപ്പനയാവുന്നു. അത് ശരിയാണോ തെറ്റാണോ? അത് ഞാൻ പറയട്ടെ, അതൊരു ബൈബിളിനകത്തോ ഒരു പുസ്തകത്തിനകത്തോ ഒരു കളിക്കുടുക്കകത്തോ എഴുതിയത് കൊണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് അല്ല, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നമ്മൾ സ്വയം തോന്നിയിട്ട് നമ്മൾ നമ്മുടെ കറക്റ്റ്. മാതാപിതാക്കൾക്കും ഓക്കെ. ഓക്കെ. പ്രായമുള്ളവർക്കും അതുപോലെ സഹപ്രവർത്തകർക്കും കൊടുക്കേണ്ട ഓക്കെ. ബഹുമാനം ശരി. നമ്മൾ ഓക്കെ. മാനസികമായി ഓക്കെ. ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ. അത് ഓക്കെ. ബൈബിളിനകത്തുള്ളതുകൊണ്ട് ചെയ്യുന്നതല്ല. അങ്ങനെ അല്ല. ബൈബിളിൽ അല്ല. നിങ്ങൾ അല്ല. പറയുന്ന അതില് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന അല്ല. ഏത് കാര്യങ്ങളാണ് താങ്കൾ അല്ല സുഹൃത്തേ. അതില് പറയുന്നുണ്ട് കുറെ അനുസരിക്കുന്നുണ്ടല്ലോ. അല്ല ജോട് പറയുമ്പോൾ നമ്മൾ ഈ മ്യൂട്ട് ചെയ്തിരുന്ന് കേൾക്കുന്നത് അതൊരു ആ. പരസ്പര ബഹുമാനമാണ്. ആ ബഹുമാനം ഓക്കെ. 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 കൊടുക്കാത്ത താങ്കൾ എങ്ങനെയാണ് ഒരു ബൈബിൾ വിശ്വാസിയായത്? ഏ? ആദ്യം അത് പറയും. മാനേഴ്സ് ആണ് ഞാൻ ആദ്യം ബൈബിൾ പഠിക്കേണ്ടത്. വിശ്വാസിയല്ല. മാനേഴ്സ്. ഞാനൊരു അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ ഞാൻ മറ്റേയാളത് കേൾക്കാനുള്ള സന്മനസ് കാണിക്കുക. എന്നിട്ട് അതിനുള്ള മറുപടി കൊടുക്കുക. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ബഹുമാനമാണ് ആദ്യം കൊടുക്കേണ്ടത്. സഹോദരി അതുപോലും ഇല്ലാത്ത താൻ എന്ത് കോപ്പില് വിശ്വാസിയാണോ? സഹോദരി ഞാൻ വിശ്വാസിയല്ല. ഞാനൊരു വിശ്വാസമില്ലാത്ത ഒരു വിശ്വാസിയാണ്. പിന്നെ അതിലെ നല്ല കാര്യങ്ങൾ എനിക്ക് തോന്നി. നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, കൊല ചെയ്തത് ശരിയാണ്, വ്യഭിചാരം ചെയ്തത് ശരിയാണ്, കള്ളസാക്ഷി പറഞ്ഞത് മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഒന്നും മോഹിക്കരുത്, പിന്നെ മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, ഇങ്ങനെയൊക്കെ നിന്റെ ദൈവമയോ വേറെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വായിച്ചപ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നി. പിന്നെ അത് ലൈഫിൽ കുറെയൊക്കെ അങ്ങ് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ലൈഫിൽ ഒരു സന്തോഷം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. ബൈബിളിൽ പറഞ്ഞുകൊണ്ട് അനുസരിക്കുന്നു. ബൈബിളിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ബൈബിളിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് അനുസരിക്കണം തോന്നി. എന്റെ ലൈഫിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അത് വായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് അനുസരിക്കില്ലായിരുന്നു. പൂർണ്ണമായിട്ട് എനിക്കത് അനുസരിക്കാൻ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു വിശ്വാസിയല്ല. എന്നാൽ അവിശ്വാസിയല്ല. അതിന്റെ ഇടയ്ക്കുള്ള സംഭവം. ഓക്കെ പറഞ്ഞോളൂ. അങ്ങനെ മാപ്പ് ചോദിക്കുന്നത്? ദൈവമേ സോറി. അല്ല, ദൈവമേ സോറി എന്ന് പറഞ്ഞിട്ട് കാര്യം. ദൈവമേ ഞാൻ ഈ കൽപ്പന എനിക്ക് ചെറുതായിട്ട് ലംഘിക്കേണ്ടി വന്നു അറിവില്ലായ്മയാൽ. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങള് ഒരു ഉദാഹരണം കേട്ടോ, വിഷമിക്കരുത്. നിങ്ങള് ഒരു പോകുന്ന വഴിക്ക് ഒരു പെണ്ണിനെ കണ്ട് അവളെ റേപ്പ് ചെയ്ത് നോക്കി. സപ്പോസ് ഉദാഹരണമാണ്. എന്താ അങ്ങനെ സാരാഹി? അതെ, നിങ്ങൾ കേക്ക്. നിങ്ങളുടെ ഹൃദയം മുഴുവൻ അതെ, കേക്ക് ഇരുട്ടാണ്. മുഴുവൻ കേക്ക്. അത് ഇരുട്ടാണ്. ഓക്കെ ഓക്കെ അങ്ങനെ ഓക്കെ. അപ്പൊ ഒരു വ്യക്തി ഒരു വഴിയെ പോകുമ്പോ ഒരു പെണ്ണിനെ കണ്ടു, അയാളെ റേപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇയാള് ദൈവമേ സോറി എന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? ദൈവമേ സോറി എന്ന് പറഞ്ഞാൽ ദൈവം ശിക്ഷ കൊടുക്കും അവന്. അവൻ ഈ കാണിച്ച എത്ര ഇരട്ടി അവന് കിട്ടും. ആ അതല്ല ശിക്ഷ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ പെങ്കൊച്ചിന്, നിങ്ങളല്ല, ഒരാളൊരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്തു കഴിഞ്ഞിട്ട് അയാൾ ഇരുന്ന് മുട്ടുകുത്തി സോറി കർത്താവേ സോറി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിശേഷം? അവൻ ചെയ്യുന്നതിന്റെ ഇരട്ടി അവന് കിട്ടും. ദൈവം അവനെ ശിക്ഷിക്കും. എനിക്ക് വെടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ വേറെ അവന്റെ റേപ്പ് ചെയ്യുന്നു എന്നതാ? അവന്റെ ദൈവം എന്താ മനസ്സിലായില്ല സാരംഗിരി? അതായത് ഞാൻ ചോദിച്ചൊരു സിമ്പിൾ ചോദ്യമാണ്, മനസ്സിലാക്കാൻ പറ്റാത്ത റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. ഒരാള് ഒരു ക്രൈം ചെയ്യുന്നു. അപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഞാനൊരു ക്രൈമിന്റെ പറഞ്ഞാണ്, ഒരു റേപ്പ് ചെയ്യുന്നു.
അപ്പൊ അത് ഓക്കെ കഴിഞ്ഞിട്ട് ഇയാൾ നിങ്ങൾ പറഞ്ഞ പോലെ മാപ്പ് ചോദിച്ചാൽ അത് പ്രയോജനപ്പെടുവോ? ഇരുമ്പലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് പറഞ്ഞത്. അത് ബൈബിൾ നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കണം. അതായത് അവൻ തെറ്റ് ചെയ്താൽ നമുക്ക് യേശു ക്രിസ്തു എന്നൊരു കാര്യസ്ഥൻ അവിടെ ഉണ്ട്. അയാൾ വഴി എവിടെയുണ്ട്? നമുക്ക് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട് മനുഷ്യ. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? സ്വർഗത്തിലല്ലല്ലോ, റേപ്പ് നടന്ന ഭൂമിയിലല്ലേ? റേപ്പ് നടന്നത് ഭൂമിയിലാണ്, ആ സമ്മതിക്കുന്നു. ആ പക്ഷേ അവന്റെ യഥാർത്ഥ പാപം എവിടെയാണ് അവൻ ഉണ്ടായത്? റേപ്പ് സമയത്ത്. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത് ഇത്രയും പേരിരിക്കുമ്പോ? അത് പറയാം സുഹൃത്തെ, ആർക്കെങ്കിലും എല്ലാവർക്കും ഒക്കെ അറിയാമല്ലോ ഇവിടെ ഉണ്ടാകുന്നത്. എന്നാൽ താങ്കൾ പറഞ്ഞോളൂ. അത് പറയുന്ന കുഴപ്പമെന്താണ് സുഹൃത്തെ? പറഞ്ഞോളൂ. അത് എനിക്ക് കൂച്ചമായിருக்கு. അയ്യേ, വേറെ ആരെങ്കിലും പറഞ്ഞോട്ടെ അറിയാവുന്നവര്. ഓക്കെ, അറിയാന്നുള്ള ആരെങ്കിലും പറഞ്ഞോ? റേപ്പ് ചെയ്യുമ്പോ പാപം ഇവിടെ ഉണ്ടാകുന്നെന്ന് മഠത്തിനകത്ത് പറഞ്ഞിട്ട് അല്ല. ഇപ്പം ആദ്യം പാപം ഇവിടെ ഉണ്ടാകുന്നു. ധ്യാമി ധ്യാമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എത്ര ആളെ നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കും, നിങ്ങൾ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യും. അയാളുടെ ഹൃദയത്തിലൊന്നാ പുള്ളി ഉദ്ദേശിക്കുന്നത്. അതാ പറഞ്ഞു ജോസ്. അതാണ് കറക്റ്റ് പോയിന്റ്. സാരംഗ്രി പറഞ്ഞ കേട്ടോ, ഹൃദയത്തിലാണ്, അവന്റെ ചിന്തയിലാണ് ആദ്യ പാപം ഉണ്ടായത്. മറ്റത് പ്രവൃത്തിയാണ്. അവന്റെ ചിന്തയിൽ ആദ്യം ആ പാവചിന്ത അവന് വന്നു. അത് പ്രവൃത്തിയാണ്, അവൻ പീഡിപ്പിച്ചു എന്നുള്ളത്. ചിന്തയാണ് ഫസ്റ്റ് അവൻ പാപം ചെയ്തത്. മനസ്സിലായോ? അതിനുശേഷം അവൻ പാപം ചെയ്ത ശേഷം ഇവന്റെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് കയറും. അതായത് പൈശാചികമായ ഒരു സ്പിരിറ്റ് കയറും. പൈശാചികമായ സ്പിരിറ്റ് കയറുമ്പോൾ എന്ത് ചെയ്യും? ഇവന് വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ തോന്നും. ഒരിക്കലും ഇവൻ ഉടനെ പോയി പശ്ചാത്തപിക്കില്ല. മനസ്സിലായോ? ഇവൻ അറിഞ്ഞുകൊണ്ടാണ് പാപം ചെയ്തതെങ്കിൽ ഇവൻ ചെന്ന് പശ്ചാത്തപിക്കില്ല. ഇവൻ വീണ്ടും ഇത് ആവർത്തിക്കും. അവൻ ആവർത്തിക്കുന്നതിന്റെ കാരണം എന്നുള്ളത് അവന്റെ ഉള്ളിൽ നെഗറ്റീവ് എനർജി, അതായത് പിശാച് അവന്റെ ഉള്ളിൽ കയറി. പിന്നെ ഇവന് ഇത് ചെയ്യാനുള്ള ആഗ്രഹം വരും. എന്റെ സഹോദര, ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളിപ്പോ, ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നേ ലളിതമായിട്ട്. അതായത് നിങ്ങളിപ്പോ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു, അല്ലെ റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് ദൈവമേ ക്ഷമിക്കണമേ, ദൈവമേ മാപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയാ അത് ക്ഷമിക്കാൻ പറ്റുന്നേ? അത് സുഹൃത്തെ, ഈ നമ്മുടെ ഞാൻ പറഞ്ഞുതരാവേ, അതിലോട്ട് വരാം. ഈ നമ്മുടെ ഭൗതിക മണ്ഡലമുണ്ട്, ആത്മീക മണ്ഡലമുണ്ട്. അതൊക്കെ അവിടെ എന്റെ സഹോദരൻ ഇത് കേക്ക്. ഈ പെങ്കൊച്ച് അവിടെ നിങ്ങളുടെ ദേഹത്തിൽ നിന്നുള്ള അഴുക്ക് മണവും വൃത്തികേടും എല്ലാം ആയിട്ട് കീറി ഉടുപ്പും നഖത്തിന്റെ പാടും എല്ലാം ദേഹത്ത് വെച്ച് മനസ്സിന് അതിനേക്കാൾ വലിയ മുറിവായിട്ട് ആ പെങ്കൊച്ച് അവിടെ കിടക്കുക. അപ്പൊ നിങ്ങൾ ഇപ്പുറത്തിരുന്ന് ഭയങ്കര ആലലിയ ഗ്ലോറി സ്തോത്രം കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അതൊരു ആത്മവഞ്ചനയല്ലേ? അത് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അവന് പശ്ചാത്തപിക്കാൻ അവിടെ പറ്റില്ല. അവന്റെ ഉള്ളിൽ സ്പിരിറ്റ് കയറി, പൈശാചിക സ്പിരിറ്റ് കയറി. അത് നിങ്ങളല്ലേ പറഞ്ഞ മാപ്പ് പറയുമെന്ന്. നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ട് ദൈവത്തോട് മാപ്പ് പറയുന്നു. ഇപ്പൊ നിങ്ങളെ പറഞ്ഞു. അതാണ് സുഹൃത്തെ, ഞാൻ പറഞ്ഞു വരട്ടെ. അവൻ പീഡിപ്പിച്ച ഉടനെ ചെന്ന് അവൻ മാനസാന്തരപ്പെടൂല. അതായത് അവന്റെ ഉള്ളിൽ പൈശാചിക സ്പിരിറ്റ് കയറിയാണ്. അവന് വീണ്ടും ഈ പാപം ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും. അവൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച വീണ്ടും 2 എണ്ണത്തിന് പീഡിപ്പിക്കാൻ തോന്നും, പിന്നെ 3 എണ്ണത്തിന്. അവൻ പിന്നെ ഒരു സെക്കൻഡ്. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ അപ്പൊ ആദ്യം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ മാപ്പ് പറയുന്ന പറഞ്ഞ അപ്പൊ നിങ്ങൾ ആത്മവഞ്ചനയല്ലേ പറഞ്ഞു? നിങ്ങൾ നുണയല്ലേ പറഞ്ഞേ? ഉടനെ പറഞ്ഞ സുഹൃത്തെ, ഞാനൊരു പാപം ചെയ്തൊരു ഉടനെ ഒന്ന് മുട്ടുകുത്തുന്നല്ല. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയില്ലേ, ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ പൗരന്മാരെന്ന് പറയും. എന്ന് വെച്ച് ഇന്ന് 10 വയസ്സായിട്ടുള്ള ആള് നാളെ 50 വയസ്സാവുന്നാണ് പറയുന്നത്. അല്ല, അത് ചിന്തിക്കണം. നിങ്ങൾ ഈ താടി മുടിയൊക്കെ വളർത്തി കുറച്ചുകൂടെ ചിന്തിക്കേണ്ട സുഹൃത്തെ. മനസ്സിലായി. അതായത് നിങ്ങൾ ഇപ്പൊ റേപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അവസാനം റേപ്പ് ചെയ്യാനൊന്നും ആരോഗ്യം ഇല്ലാതാവുമ്പോൾ ഇതിനെപ്പറ്റി എല്ലാം ഒന്ന് പശ്ചാത്തപിക്കുന്നതാണ്. അവിടെയാണ് തെറ്റിയത്. പിന്നെ നമ്മളിങ്ങനെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ചില മദ്യപിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ 10 പേര് മദ്യപിച്ച അതിൽ ഒരാൾ മാത്രമേ അഡിക്റ്റ് ആവുള്ളൂ ഇതിന്. അതായത് ചിലവർ ഇത് കുടിക്കുമ്പോൾ ഇവർക്കുള്ളിൽ സ്പിരിറ്റ് കയറും പൈശാചികമായി. അപ്പൊ അവർക്ക് ഇതിന് ടെൻഡൻസി കൂടും. അപ്പൊ അവരതിന് അഡിക്റ്റ് ആവും. അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആയി വരാൻ പറ്റൂല. കുറെ നാളിന് ശേഷം ഇവർക്ക് തന്നെ ഒരു തോന്നൽ ഇതിൽ മാറണം. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. അത് വേറൊരു തലമാണ്, ആത്മീക തലം എന്ന് പറയും. നാം അതിലോട്ട് എത്തിയ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ നമ്മളടുത്ത് ഒരാളെന്ന് പറയാണ് ഈ വെളിയിൽ ഒരു ലോകം ഉണ്ടെന്ന് നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ? അതിനെ പറ്റി സാരംഗ്രഹി പറയൂ. അല്ല, ഞാനൊരു സെക്കൻഡ് നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ആ റേപ്പ് ചെയ്ത പെങ്കൊച്ചവിടെ കിടക്കുകയല്ലേ? അപ്പൊ
അതിന്റെ പാപം എങ്ങനെ നിങ്ങൾ പരിഹരിക്കുന്നെന്ന് പറ. നിങ്ങൾ നിങ്ങളുടെ ദൈവവും കൂടെ ഈ എങ്ങനെ പരിഹരിക്കുമെന്ന് പറ. നിങ്ങളാ പറഞ്ഞേ ഒരു പാപം ചെയ്തിട്ട് ദൈവത്തോട് സോറി എന്ന് പറയുമ്പോൾ അത് എല്ലാം ഫിക്സ് ആവുന്നു പറഞ്ഞു. അതെങ്ങനെ ഫിക്സ് ആവുന്നേ? അതാണ്, അതായത് നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു നമ്മുടെ ഭൂമിയിൽ കാൽവരി യാഗമായി. ശരി, ഞാൻ ഉദാഹരണം മാറ്റാം. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ബലാത്സംഗം ആയണ്ടാന്ന് തോന്നുന്നു. ഇത് കേൾക്കാം, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ അടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് അയാളുടെ മകളെ കെട്ടിക്കാൻ 5 ലക്ഷം രൂപയും 30 പവനും, ശ്രദ്ധിക്കണം കേട്ടോ, 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപയും 30 പവനും സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ്. കല്യാണത്തിന് 3 ദിവസം മുമ്പ് നിങ്ങൾ അയാളുടെ ഓട് പൊളിച്ചിറങ്ങി ഈ 5 ലക്ഷം രൂപയും 30 പവനും മോട്ടിച്ചോണ്ട് മധുരയ്ക്ക് പോവാണ്. മനസ്സിലായല്ലോ? മധുരയ്ക്ക്. അങ്ങനെ അവിടെ ചെന്ന് മധുര ചെന്ന് അവിടെ മീനാക്ഷി അമ്മൻ കോവിലിന്റെ അപ്പുറത്ത് മാളികയിൽ നിങ്ങൾ താമസിക്കാണ്. ഒരു 2 മാസം കൊണ്ട് നിങ്ങളുടെ പൈസ എല്ലാം തീർന്നു. നിങ്ങളുടെ സ്വർണ്ണമൊക്കെ അവിടുത്തെ പെണ്ണുങ്ങൾ മേടിച്ചു. അവസാനം നിങ്ങളൊന്നും ഇല്ലാതെ അപ്പൊ നിങ്ങൾ ഒരു പെന്തക്കോസ് പാസ്റ്ററുടെ പ്രസംഗം കേൾക്കുകയാണ്. നിന്റെ പാപങ്ങൾ കടും ചുവപ്പാണേലും മറ്റേതുപോലെ ആക്കി തരും, വാജ്പേയിയുടെ അണ്ടർവെയർ പോലെ വെളുപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗം കേട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? അനുഭവിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉണക്ക ദൈവത്തോട് പാപം ഏറ്റു പറയുകയാണ്. ദൈവമേ ക്ഷമിക്കണേ. അന്നേരത്തേനും പെന്തക്കോസ് പാസ്റ്റർ പറ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. എടോ മനുഷ്യൻ, നിങ്ങൾ തിരിച്ച് നാട്ടിൽ വരുമ്പോഴത്തെ സ്ഥിതി തന്നെ ആ കുടുംബത്തിന്റെ. തന്റെ എന്ത് പാപം ആര് മോചിച്ചെന്നാ പറയുന്നേ? എടോ ഇത്രയും ഊളത്തരം പറഞ്ഞുകൊണ്ട് നാട്ടിലിറങ്ങി നടക്കരുത്. ഈ ആധുനിക കാലത്ത് അവൻ ഫോണിൽ പോയെന്ന് തോന്നുന്നു. ദൈവം പാവം ക്ഷമിക്കാൻ നിൽക്കുന്നത്. എങ്ങനെയാണോ പാവം ക്ഷമിക്കുന്നത് പറയടൂ. താൻ പറഞ്ഞ എങ്ങനെയാ പാവം ക്ഷമിക്കുന്നത്? സുഹൃത്തെന്ന് പറയണ്ട, എനിക്ക് കൃത്യം എങ്ങനെയാ പാവം ക്ഷമിക്കുന്നത് കേട്ടാ മതി. സഹോദര, എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഈ പാവം ക്ഷമിക്കുന്നത് എങ്ങനെയാന്ന് പറ. തന്റെ ദൈവത്തിന് ഈ പാപം എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? ഇതങ്ങ് പറ, എങ്ങനെയാ ക്ഷമിക്കുന്നു? ഒരു വ്യക്തി അല്ല, എനിക്ക് മധുരയ്ക്ക് പോയ ആളുടെ കഥ കേൾക്കണ്ടേ? ഓക്കെ, ഞാന് എന്റെ ലൈഫിലെ കാര്യം പറയാം. ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല. റേപ്പ്, മദ്യപാനം, പീഡനം, മോഷണം, കൊലപാതകം, ബാക്കിയെല്ലാം ചെയ്ത ശേഷം ഞാൻ എന്ത് പറയാൻ, എല്ലാം ചെയ്ത് എന്റെ ഉള്ള അഹങ്കാരം കൊണ്ട് നിറഞ്ഞു. എനിക്ക് തന്നെ തോന്നി ഞാനൊരു വലിയ ആള്. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ പാപം എന്റെ മേൽ ഇങ്ങനെ എന്നെ ഇങ്ങനെ ക്രൂശിക്കാൻ തുടങ്ങി. ഞാൻ പാപിയാണല്ലോ, ഇത്ര പാപങ്ങൾ ചെയ്തല്ലോ, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അപ്പോ അങ്ങനെ ഒരു തോന്നിയപ്പോ ഹിന്ദുക്കൾ ഇങ്ങനെ ഓരോ വിശ്വാസങ്ങളുണ്ട് അവിടെ ഇവിടെ. അപ്പം ഈ ഗംഗയെ പോണവര് എല്ലാ വർഷവും പോകും, മക്കയെ പോണവര് എല്ലാ വർഷവും അവിടെ കല്ലെറിയാൻ പോകും. പിന്നെ ചില ക്രിസ്ത്യാനികളുണ്ട്, കുരിശു എടുത്ത് മലയെ പോയാൽ പാപം തീരുമെന്ന്. ഒന്നും തീരാൻ പോണില്ല, ഒരുത്തന്റെയും പാപം തീരൂല. അങ്ങനെയൊക്കെ ചെയ്ത നമ്മുടെ ഉള്ളിൽ സ്വന്തമായിട്ട് ദൈവഹിത പ്രകാരമുള്ളൊരു ദുഃഖം തരും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാപം നമ്മൾ സ്വർഗസ്ഥനായ ദൈവത്തോട് നമ്മൾ ഏറ്റു പറയും. ദൈവമേ, എനിക്കിതെല്ലാം ചെയ്യാൻ എനിക്കൊരു എന്ത് പറയാ, ഞാൻ ഇത്രയും പാപം ചെയ്തു. തന്റെ ഈ സ്വർഗത്തിലെ ദൈവം ആ മുടങ്ങിയ കല്യാണത്തിന് എന്നാ ചെയ്യൂടും? അപ്പം തൂങ്ങി ചത്തു. പടിഞ്ഞാറെ മാവും കൊമ്പേ തൂങ്ങി ആടിയാടെ ശവം. ഇപ്പം ആ പെണ്ണ്, ആ കല്യാണം ഉറപ്പിച്ച പെണ്ണ് ഇപ്പൊ ശരീരം വിറ്റ് ജീവിക്കുകയാണ്. ഇപ്പൊ അവള് പട്ടണത്തില് ചുണ്ട ചായം തേച്ച് നിൽക്കുകയാണ്. തന്റെ ഉണക്ക ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റൂടോ? താൻ പറ. എടോ, ഇത്രയും വൃത്തികേടും പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത്. താന് മെക്കയില് കല്ലെറിയുന്നവനെ, ശബരിമലയ്ക്ക് പോകുന്നവനെ, ഗംഗയ്ക്ക് പോകുന്നവനെ ഒക്കെ കുറ്റം പറഞ്ഞ് തന്നെ ഈ സാധനമായിട്ട് ഇറങ്ങിട്ടോ അത് കാശിന് കൊള്ളത്തിലിടോ. അതിനേക്കാൾ തീട്ടമാണോ താൻ പറയുന്നേ? വെറും തീട്ട ഉപദേശമാണ് തന്റേത്. തന്റെ ദൈവത്തിന് ഇത് ക്ഷമിക്കാതെ അത് നടക്കുകയാണോ? താൻ തീട്ട ഉപദേശമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. താൻ അബദ്ധമാ പറയുന്നേ. താൻ കേൾക്കണോ? താൻ ക്രിസ്തീയ വിശ്വാസം പറയുന്നത് കേക്ക്. താൻ ക്രിസ്തീയ വിശ്വാസം പറയുന്നത് തനിക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അല്ല, അതൊന്നും ക്രിസ്തീയ വിശ്വാസമല്ല. ഇത് പെന്തക്കോസ്തുകാരുടെ ഉണക്ക ഉപദേശമാ. അത് വേറെ ആരും കൊണ്ടേട് മണ്ടത്തരം പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. തന്റെ പാപമൊന്നും ക്ഷമിച്ചിട്ടില്ല. തന്റെ ഒരു പാപവും ക്ഷമിച്ചിട്ടില്ല സുഹൃത്തെ. തന്റെ ഒരു പാപവും ക്ഷമിച്ചിട്ടില്ല. താങ്കൾ ഇപ്പോൾ പാപത്തിൽ തന്നെയാണ്. സഹോദര, നാം ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും? ഏറിയാൽ 80 വർഷം ആണല്ലോ. എന്താണ് ബ്രോ? അതല്ല, അതിന്റെ രസം എന്താന്ന് ചോദിച്ചാൽ പുള്ളി ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ ബലാത്സംഗം ചെയ്ത പെണ്ണിന്ന് തെരുവ് ജീവിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാള് പാവം ജീവിച്ചു പുറത്തുനിന്ന് പറയാൻ നടക്കുക. ഇതിനെ പറയുന്നത് ചെയ്ത പെണ്ണല്ല തെരുവിൽ ജീവിക്കുന്നേ.
അയ്യോ അല്ലല്ല അല്ല താൻ ബലാത്സംഗം ബലാത്സംഗം അതല്ല അല്ലല്ല ഇയാള് ബലാത്സംഗം ചെയ്ത പെണ്ണ് പാസ്റ്ററെ കെട്ടിപ്പോയി, പാസ്റ്ററെ കെട്ടി. ഈ മറ്റേ ഇയാള് പിന്നെ ശ്രീധരൻ മോട്ടിച്ചോണ്ട് പോയ പെണ്ണാ ഇപ്പൊ ഈ തിരിച്ചിരിക്കുന്നത്. ഖത്തറാസിസ് എവിടെ നിന്നാണ് എന്താ മണ്ടത്തരങ്ങൾ പറയുന്ന? ഇതേ മണ്ടത്തരം മണ്ടത്തരാണ്. താനല്ലേ താൻ പറഞ്ഞ താൻ ബലാത്സംഗം ചെയ്ത വ്യക്തിയാണ്. അയ്യോ എന്നിട്ട് സാരംഗിരി ഇതൊക്കെ എവിടെ നയിച്ചു വരുന്നത്? പറയുന്നത് തന്റെ പാപം യേശു മോചിച്ചെന്ന് പറയുന്നത് തനിക്ക് മാനസികമായിട്ടാണോ? യേശു കോപ്പ് മോചിക്കും, യേശു പാവം മോചിക്കായിരിക്കല്ലേ? താനൊക്കെ ചെയ്യുന്ന പാവം എല്ലാം കൂടെ യേശു മോചിക്കുന്നത് പെന്തക്കോസ്ത് അലവലാദികൾ പറഞ്ഞോണ്ട് നടക്കുന്നത്. യേശു പണി എടാ പോയി യേശു പാവം മോചിക്കുക. എന്ത് കോപ്പ് പാവമാണ് മോചിക്കുന്നത്? ഒന്നും മോചിക്കുകയല്ല, ചുമ്മാ നുണയും പറഞ്ഞ ആളുകളെ കളിപ്പിക്കാൻ നടക്കുന്നു. കേൾക്കുമ്പോരാ ഉള്ള വൃത്തികേട് മുഴുവൻ ജീവിതകാലം മുഴുവൻ ചെയ്തിട്ട് അവസാനം ഡ്രം എടുത്ത് കൊണ്ടുവച്ച് യേശു മോചിച്ചെന്ന് പറഞ്ഞാൽ മതി. അത് റിയൽ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, നമ്മൾ അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ നമ്മളടുത്ത് ഒരാൾ വന്ന് പറയാണ് സുഹൃത്തെ പുറത്തൊരു ലോകം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുകയില്ലയോ? എന്റെ സഹോദര, ഒന്നാമത് എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലോട്ടൊന്നും വേറെ ആർക്കും കേറാൻ പറ്റിയല്ല. നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വേറെ ആള് കയറി വർത്തമാനം പറയുന്നുണ്ടോ? അതെനിക്കറിയത്തില്ല. അതാണ് നിങ്ങൾ ഇങ്ങനത്തെ അയഥാർത്ഥമായ കാര്യങ്ങൾ പറയാതെ ഞാൻ ചോദിച്ച യഥാർത്ഥത്തിലുള്ള 2 എക്സാമ്പിൾ വെച്ച് ഞാൻ ചോദിച്ച ചോദ്യം. എന്റെ സാരംഗ്രഹി, ഞാനൊരു കാര്യം പറയാം. ഇവിടെ നമ്മുടെ ഭൂമിയിൽ സ്ത്രീയും പുരുഷനുണ്ട്, പിന്നെ ഇത് രണ്ടും അല്ലാതെ ജീവിക്കുന്ന ആളുണ്ട്, അറിയാവോ? അതെനിക്ക് അറിയത്തില്ല സഹോദര, പെന്തക്കോസ്തുകാരായിരിക്കും. അതാണ് ഷണ്ടന്മാരെന്ന് പറയും. അവരുടെ ജീവിതം ഭൂമിയിൽ വളരെ ദുഃഖകരമായിരിക്കും എന്ന് പറയും, ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഭൂമിയിൽ നമ്മൾ ഏറിയ 80 വർഷം ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ 100 വർഷം. ഇതൊന്നും അല്ലല്ലോ എന്റെ ചോദ്യം. താങ്കളെ, എന്റെ പൊന്ന് ബഹുമാനപ്പെട്ട ജോണെ അവർകളെ, ഞാൻ താങ്കളോട് വളരെ ബഹുമാനത്തോടെ ചോദിക്കുകയാണ്. താങ്കൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു, നിങ്ങൾക്കൊരു പബ്ലിക് ഫോറത്തിൽ സ്റ്റേറ്റ്മെന്റ് വെക്കുന്ന പറയാം. നിങ്ങൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു. താങ്കളുടെ ജീവിതത്തിൽ ഈ അനാമിയോട് താങ്കൾ പറഞ്ഞു താങ്കൾക്ക് ബൈബിളിൽ കൽപ്പനയുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു പാപ പെശക് വന്നാൽ, ആ കൽപ്പനാ വിരുദ്ധമായിട്ട് താങ്കൾ എന്തെങ്കിലും ചെയ്താൽ താങ്കൾ അപ്പോഴേ താങ്കളുടെ ദൈവത്തോട് മാപ്പ് 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 എന്ന് പറയും. അപ്പൊ അത് ഓക്കെ ആവും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഒരു പാപം ചെയ്താൽ 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നു, റേപ്പ് ചെയ്യുന്നു, അതിനുശേഷം ദൈവത്തോട് മാപ്പ് 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 എന്ന് പറഞ്ഞാൽ അത് ശരിയാകും. അതെങ്ങനെ ശരിയാകും? അടുത്തത്, ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് 5 ലക്ഷം രൂപയും 30 പവനും സമ്പാദിച്ചു വെച്ചു. കല്യാണത്തിന് 3 ദിവസം മുമ്പ് ഓടിളക്കി നിങ്ങൾ ആ പൈസയും കൊണ്ടോട്ട് പോയി അതെല്ലാം നാനാവിധമാക്കി ചെലവഴിച്ചു. അത് കഴിയുമ്പോൾ 2 മാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വരുമ്പോ അയാൾ പടിഞ്ഞാറ് വശത്തുള്ള മാർമ്മ അയാൾ തൂങ്ങി, അയാളുടെ മകൾ ഒരു ഗതിയില്ലാതെ അലയുന്നു. അപ്പൊ നിങ്ങൾ അത് ചെയ്തു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഡ്രം അടിച്ച് മാപ്പ് 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 എന്ന് പറഞ്ഞാൽ താങ്കളുടെ ദൈവം ഈ 2 കേസ് എങ്ങനെ ക്ഷമിക്കും എന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ല ഈ താഴെ ഇരിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്ക്. എടോ ഇതൊക്കെ ഊളത്തരമാണോ? ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് മനുഷ്യന്റെ പെട്ടെന്ന് നിൽക്കാനുള്ള കാര്യമാണ്. അയാളുടെ ഒരു പാപക്ഷമ. എന്ത് പാപം ആര് ക്ഷമിക്കും? ഇവിടെ ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനം വന്ന ഒരു സായിപ്പിന്റെയും കുടുംബത്തെയും ജീപ്പിലിട്ട് കത്തിച്ച കഥ അറിയാവോ? സാരംഗ്രഹി അറിയാവോ? അത് ജീപ്പിലിട്ട് കത്തിച്ച് കുന്തം കൊണ്ട് കുത്തി കൊന്നത്. ഇതാണോ ഞാൻ ചോദിച്ചേ? ഓക്കെ, താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. തേനാന്ന് പറയുന്ന വർത്താന പറയുന്നത്, ഞാൻ വേറെ ഭാഷ പറയാത്തോണ്ടാ പറയുന്നേ. കാളെ മനസ്സിലായി, ഇത് ബെന്നിയാണ്. ഈ ഖത്തറിയ സിന്ധു പറ്റി പുള്ളി ഭയങ്കര ടെററാണല്ലോ. പുള്ളി ഭയങ്കര ക്രിമിനലാ, ട്രാക്ട് വായിച്ച് രക്ഷിക്കപ്പെട്ട ആളാ. അടങ്ങിയിടോ ആ തർസിസ്, നിങ്ങൾ ഉത്തരം പറ. അങ്ങനെ പീഡിപ്പിച്ച് നടന്ന ഒരാളോ? ഓക്കെ. അപ്പം ഈ വ്യക്തി, ദൈവം അവന്റെ പാപങ്ങളെല്ലാം മോചിച്ച് അവനെ രക്ഷിക്കും എന്ന് പറയുന്നത് അവന്റെ സ്വഭാവം മാറി രൂപാന്തരപ്പെടും. നശിച്ചു പോയ പെൺകുട്ടി, അവര് ഇതുപോലെ മോശ പ്രവർത്തനങ്ങൾ നടന്നു. ഓക്കെ, അവൾക്ക് പിന്നെ ചിലപ്പോൾ അവളും ദൈവ വഴിയിലേക്ക് വന്നാൽ അവളെയും ദൈവം രക്ഷിക്കും. വേശ്യാവൃത്തി എന്ന് പറയുന്ന ഒരു പാപകരമായ പ്രവൃത്തിയാണ് ബൈബിൾ പറയുന്നത്. മോശം കാര്യമാണ് സുഹൃത്തെ വ്യഭിചാരം എന്ന് പറയുന്നത്. വളരെ മോശമാണ്. അതെ, അല്ലെന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ അവള് വീണ്ടും മാനസാന്തരപ്പെട്ട് വന്നാൽ അവളെ ദൈവം രക്ഷിക്കും. മരിച്ചുപോയ ഒരാളുണ്ടല്ലോ തൂങ്ങിയത്, അയാളുടെ കാര്യം ദൈവം നോക്കിക്കോളും. അത് ദൈവത്തിന്റെ കയ്യിലാണ് മരണത്തിന് ശേഷമുള്ളത്.
ഈ ചിലപ്പോ അതാണ് ഈ എനിക്കത് ഈ തോന്നുന്നത്. ബലാത്സംഗം അത് ചെയ്യുന്ന ഞാൻ അനാമികക്ക് ഈ ബലാ ഇദ്ദേഹത്തെ ഈ റൂമിൽ സ്ഥിരമായിട്ട് ഇരുത്താൻ മതി അനാമിക. നല്ല കേട്ടോ. അല്ല സുഹൃത്തെ, ഇതില് പറയുന്നത് ബൈബിളിൽ പറയുന്നല്ലോ, ചുങ്കക്കാരും വേശ്യകളും നീതിമാന്മാർക്ക് മുമ്പായി സ്വർഗരാജ്യത്തിൽ കടക്കും. ചിലപ്പോ ആ വഴി ആ പെൺകുട്ടി സ്വർഗരാജ്യത്തിൽ അതെ കടക്കും. സഹോദര ഒന്ന് നിന്നേ. നിങ്ങളെക്കാൾ മുമ്പ് ചുങ്കക്കാരും വേശ്യകളും സ്വർഗത്തിൽ കിടക്കുമെന്ന് പറഞ്ഞു. അതെ. പിന്നെ നിങ്ങൾ എത്ര പറയുക ആളുകൾ പറയുന്നേ ചുങ്കക്കാരും വേശ്യകളും അവര് നിങ്ങൾ ഈ പണിക്കിറങ്ങണോ? ഇതാണ് അതാണ് അവര് സുവിശേഷം കേട്ടാൽ മാത്രമേ രക്ഷ പ്രാപിക്കുള്ളൂ. എങ്കിൽ മാത്രമേ പിന്നെ ഞാൻ പറയട്ടെ സുഹൃത്തെ, ഇപ്പൊ ശബരിമല നിങ്ങൾ ചുങ്കക്കാരും വേശ്യകളും ഒക്കെ പോകുന്നു. അപ്പൊ അവരെല്ലാം പോകോളും. പിന്നെ നിങ്ങൾ അവരെ ഓർത്ത് കാര്യം. അതാണ്, അവര് മാനസാന്തരപ്പെട്ടാൽ മാത്രമേ പോവുള്ളൂ. അവർക്ക് കൃപ കിട്ടും. കൃപ കിട്ടും. ഞാൻ പറയാം സുഹൃത്തെ, ഞാൻ പറയാം. ഈ BJP ഇതുണ്ടല്ലോ, ഇന്ത്യയില് ഒരു മിഷണറിയായ ജീപ്പിലിട്ട് കത്തിച്ച് കുന്തം കൊണ്ട് കുത്തി, എന്നിട്ട് അവരുടെ ഭാര്യ അവരുടെ അടുത്ത് മാപ്പ് കൊടുത്തു. ഓർമ്മയുണ്ടോ? എന്ത് മാപ്പ്? ഇന്ത്യയുടെ മാപ്പാണോ വേൾഡിന്റെ മാപ്പാണോ? എന്താണ് കൊടുത്തത്? മാപ്പ്. അപ്പോ സോറി അത് കൊടുത്തു. അങ്ങനെ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു തേനെടുത്ത് വച്ചിരിക്കുകയാണ്. തേന് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നതാണോ, അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം? തേന് കുടിച്ചാൽ ഇങ്ങനെ 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നതാണോ, തേന് നിങ്ങൾ കുടിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? കുടിക്കുന്നതാണ്. അപ്പോൾ ദൈവമായിരുന്നു രുചിച്ചറിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഭൗതികമായ കാര്യങ്ങൾ പറയുമ്പോൾ ആത്മീയം പിടികിട്ടില്ല സുഹൃത്തെ. ആരാണ് ആ വിളിച്ചത്? കാത്രസ് ആണോ? അല്ല സുഹൃത്തെ, ഞാനാ വിളിച്ചേ. സുഹൃത്തിനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സുഹൃത്തിനോട് ഞാൻ 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, സുഹൃത്ത് ഇപ്പൊ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ട് താങ്കളുടെ ദൈവത്തോട് മാപ്പെന്ന് പറഞ്ഞാൽ ആ ദൈവം എങ്ങനെയാണ് അത് വിഷയം പരിഹരിക്കുന്നത്? എങ്ങനെയാണ് അത് ക്ഷമിക്കുന്നത്? രണ്ട്, കല്യാണം ഉറപ്പിച്ചു വെച്ച ഒരു പെണ്ണിന്റെ സ്ത്രീധന തുക 5 ലക്ഷം രൂപയും 30 പവനും ഓടലൊക്കെ അടിച്ചു മാറ്റി നാട് വിട്ടു കഴിഞ്ഞാൽ താങ്കളുടെ ദൈവത്തോട് പിന്നെ മാപ്പെന്ന് പറഞ്ഞാൽ ആ വിഷയം എങ്ങനെയാണ് താങ്കളുടെ ദൈവം പരിഹരിക്കുന്നത്? ഈ 2 സിനാറിയോയിൽ താങ്കളുടെ ദൈവം എങ്ങനെയാണ് ഇത് ക്ഷമിക്കുന്നതെന്നും എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. അതിന് ഞങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നിങ്ങളൊരു വിശദീകരണം എന്താ? അത് തികച്ചും വ്യക്തിപരമായ ദൈവം ക്ഷമിക്കുന്നതാണ്. അത് വ്യക്തിപരം അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. എടോ ഇത് കേക്ക്, താങ്കൾക്ക് ബുദ്ധി വരട്ടെ. താങ്കളുടെ പ്രവൃത്തി കൊണ്ട് ദോഷം വന്ന ആ പെൺകുട്ടി, അവളുടെ കുടുംബം, താങ്കളുടെ പ്രവൃത്തി കൊണ്ട് നഷ്ടവും കഷ്ടവും അപമാനവും എല്ലാം വന്ന 2ാമത്തെ കുടുംബം. അപ്പം ഇവരുടെ ഈ പ്രശ്നങ്ങൾ നിൽക്കുമ്പം അതെങ്ങനെയാണ് താങ്കളും ദൈവമായിട്ട് ക്ഷമിച്ച് റെഡിയാകുന്നേ? അവർ ഈ പിന്നെ ഇരകളാക്കപ്പെട്ടവർ, ഇതിന്റെ കഷ്ടം അനുഭവിച്ചിരിക്കുന്ന വിക്ടിംസ് അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയാണ് നിങ്ങളുടെ ദൈവം അത് ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നടക്കുന്നേ? അത് സാധാരണ മനുഷ്യന് പറഞ്ഞു തരട്ടെ, സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയില്. ഈ ദയാമി എന്ന് പറഞ്ഞ പുള്ളി വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, പുള്ളി ഒരു സാധാരണക്കാരനാണ്, ലോഡിങ് തൊഴിലാളിയാണ് തമ്പാനൂർ. അപ്പൊ ആ പുള്ളി എന്ന് പറഞ്ഞു, ഈ ദ്യാമി തമ്പാനൂർ ലോഡിങ്ങുകാരനാണ്, DYAMI എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പുള്ളി എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ദയാമി മാത്യു തമ്പാനൂരാണോ? തമ്പാനൂരാ, നിങ്ങളുടെ അടുത്ത് തന്നെയാ. തമ്പാനൂര് ലോഡിങ്ങാ. പുള്ളിക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അല്ല, ഡയാമി മാത്യു തമ്പാനൂരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തമ്പാനൂർ എവിടെയാണ്? എന്തായിക്കൊണ്ട് പോട്ടെ. താങ്കൾ വേറെ രാജ്യത്താണ്. ഇവർ 2 തമ്പാനൂര്. ഇവര് ഒരു ബീഡി കത്തിച്ച് 2 പേരുടെ വലിക്കുന്ന കൂട്ടുകാരാ. നിങ്ങൾ മടത്തിനകത്തിനോട് ചോദിച്ചാണ്. എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. പുള്ളിയുടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കും. സുഹൃത്തെ, ഞാൻ ഇനി വ്യക്തമായി പറഞ്ഞു, നാം പാപം ചെയ്ത് ദൈവത്തിൽ അപേക്ഷിച്ചാൽ ദൈവം നമ്മോട് ക്ഷമിക്കും. ഇത് കേക്ക്, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാണ്. ഇത് കേക്ക്, നിങ്ങളോട് ഞാൻ ചോദിച്ചു എങ്ങനെ ക്ഷമിക്കുമെന്ന് പറ. മറ്റേ പെൺകുട്ടിയല്ലേ, അവരുടെ ദൈവം നോക്കിക്കോളും. അവരുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ്.
അതുപോലെ വെച്ച് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ നമ്മുടെ അപ്പൊ കാര്യം തനിക്ക് നോക്കണം. അങ്ങനെയല്ല, തനിക്ക് ബലാത്സംഗം ചെയ്യാൻ വന്നിട്ട് ദൈവം നോക്കിക്കോളൂ. നീനെ പറഞ്ഞവര് തെണ്ടിത്തരന്നാണോ പറയുന്നത്? ഈ കത്രിയാസിസ് ഇത്തിരി മാമയാണോ ഓവറാണ്. മാമയാണോ കാത്ത? സുഹൃത്തെ ഞാൻ ചോദിക്കട്ടെ, ഇയാള് പറഞ്ഞ അയ്യോ അങ്ങനെയാണ് ഈ ദൈവത്തെ ഒന്ന് പരിചയപ്പെടണം കേട്ടോ. സുഹൃത്ത് അത് നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ അവർക്കെന്ത് പറ്റുമെന്നുള്ളത്. അത് കൊള്ളാം. അതാണ് നമുക്ക് അറിഞ്ഞൂടാ, അത് ദൈവം നോക്കിക്കോളും. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പൊ തന്റെ ദൈവം എന്ത് കോത്താഴത്തെ ദൈവമാണോ? എടോ എന്റെ ദൈവമല്ല, എല്ലാവരുടെയും ദൈവമാണത്. ഞങ്ങളുടെ ദൈവം ഇങ്ങനത്തെ വൃത്തികെട്ട ദൈവമൊന്നുമല്ല. താങ്കളുടെ ദൈവം ആരാണ്? ഞങ്ങളുടെ ദൈവം ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ് എന്റെ ദൈവം. തന്നെ പോലെ ഈ ഊക്കാലി ആൾക്കാരെ മാമാപ്പടിക്ക് വിടുന്ന ദൈവം അല്ലടോ ഞങ്ങളുടെ ദൈവം. എടോ ദൈവം അല്ലടോ മാമാപ്പടിക്ക് വിടുന്നത്. അവന് തന്റെ ദൈവമാണോ മാമാപ്പടിക്ക് വിടുന്നത്? എടോ അത് സ്വന്തമായിട്ട് തോന്നി ഓരോന്നും ചെയ്യുന്നതാണോ ഉള്ളിൽ ഈ പിശാച്. താൻ പ്രസന്റ് ചെയ്ത ദൈവം എന്ന് പറഞ്ഞ മാമയാണ്. താൻ പ്രസന്റ് ഇത്ര നേരം താൻ ഇവിടെ പ്രസന്റ് ചെയ്ത ദൈവം എന്ന് പറഞ്ഞാൽ പക്കാ മാമ. താൻ ബലാത്സംഗം ചെയ്തിട്ട് ആ കൊച്ചിനെ സംരക്ഷിക്കുകയും തന്നെ സപ്പോർട്ട് ചെയ്യുകയും തന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന പറയുന്ന, തന്റെ പാപം മോചിക്കുകയും ചെയ്യുന്ന ദൈവത്തെ പിന്നെ മാമ എന്നല്ലാതെ എന്നാ വിളിക്കുന്നത്? എടാ സുഹൃത്തെ, ഞാൻ കാര്യം ചെയ്യട്ടെ. ഞാനൊരു ട്രെയിൻ ഓടിക്കുന്ന ഒരാളെന്ന് വെക്കുക. ഞാൻ ട്രെയിൻ ഓടിച്ചോണ്ട് എവിടെ ഞാൻ എന്റെ മനസ്സിലെ മൈൻഡിൽ എവിടെ കൊല്ലണം വിചാരിച്ചിട്ട് എവിടെ കൊണ്ടുവച്ച് കയറ്റി ഈ ട്രെയിനിലുള്ള എല്ലാരെയും ഞാൻ കൊണ്ട് എന്റെ വീട്ടിൽ പാർപ്പിക്കണോ? അത് താൻ മനഃപൂർവ്വം അത് ചെയ്തതാണെങ്കിൽ, അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് തന്റെ ദൈവം ക്ഷമിക്കുന്നു പറഞ്ഞാൽ ദൈവം തന്റെ ദൈവം. അത് താന് ആ ട്രെയിൻ ഓടിച്ച് ആൾക്കാരെ മുഴുവൻ കൊന്നു തീർത്തിട്ട് താൻ രക്ഷപ്പെട്ടെന്ന് പറയുന്ന ആ പറഞ്ഞോണ്ടിരുന്നത്. പറഞ്ഞത് തന്റെ ബുദ്ധിയല്ല ദൈവത്തിന്റെ ബുദ്ധി. അപ്പൊ തന്റെ ബുദ്ധിയാണ് ദൈവത്തിന്റെ ബുദ്ധി. തന്റെ പാപം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ ബുദ്ധിയിലല്ലേ താൻ പറഞ്ഞത്? അതിനെ പറയുന്ന പേര് തെണ്ടിത്തരം എന്നാ പറയുന്നത്. അത് താന്റെ ഭാഷയിലാണ് തെണ്ടിത്തരം. അതോ ഇവിടെ ഇരിക്കുന്ന ആരോടും ചോദിച്ചു, തനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അത് താൻ മോഷ്ടിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്, എന്റെ പാപം ദൈവം ക്ഷമിച്ചു എന്ന് ഇത്ര നേരം താൻ ഇവിടെ നിന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന തനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അത് ന്യായമാണെന്ന് തോന്നിയെന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ, ആരെങ്കിലും ഉണ്ട് വിശ്വാസത്തിൽ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി വരണേ. ഒരു ഡാമിയുണ്ട്, വിശ്വാസത്തിൽ വന്ന ഡാമി ഇരിപ്പുണ്ട്. ഡാമിയുടെ ചോദിച്ചു. അനാമികല സുഹൃത്തെ, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. വിശ്വാസത്തിൽ വന്ന നമ്മുടെ ഇപ്പൊ ഇവിടെ വിശ്വാസി സിഹി എന്ന് പറയുന്ന ആള് വിശ്വാസിയാ, പെന്തക്കോസ്തുകാരനാ, ഈ നീല കളർ ഇരിക്കുന്നത്. പിന്നെ ഡോക്ടർ കുമാരപിള്ള ഇപ്പൊ വരും ഇപ്പം ജോണിന്റെ കാര്യം ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോണേ. ഞാൻ 2 ചോദ്യം ചോദിച്ചിട്ട് ഞാൻ എത്ര നേരം അവരുടെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും. നമുക്ക് ചെയ്യാൻ പറ്റുമോ വല്ലതും? അത് ഞാൻ പറയട്ടെ, അമേരിക്കയിൽ വെച്ച് പീഡിപ്പിച്ചതാണെങ്കിലേ പിന്നെ അതൊന്നും നടക്കണ കാര്യമില്ല സുഹൃത്തെ. അതൊക്കെ നമ്മുടെ കയ്യിലല്ല. എന്റെ പൊന്നു സഹോദര, അമേരിക്ക വെച്ചല്ല, ഒരു ഓട്ടോറിക്ഷ കയറ്റി നന്തൻകോട്ട് കൊണ്ടേ പീഡിപ്പിച്ചേ. നന്ദൻകോട് താഴെ തിരുവനന്തപുരം തന്നെ. അണ്ണാ നിങ്ങൾ എവിടാ? തിരുവനന്തപുരം നന്ദൻകോട്. നിങ്ങൾ ചുമ്മാ ഈ പല്ല പയല് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല ശിവണ്ണ. എന്ത് പറയാ ഈ ജോനൊന്നും നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല ശിവണ്ണ. കട്ടയ്ക്ക് വേറൊരു ജില്ലയിലുള്ളവർ നമ്മളെ പറഞ്ഞ കിട്ടല്ല. ചുമ്മാ നമ്മളെ കട്ടയ്ക്ക് നിക്കണത്. തിരുവനന്തപുരംകാരുടെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ്. കാര്യങ്ങളൊക്കെ പോട്ടെ, നിങ്ങൾ ഇത് പറയും. നിങ്ങൾ ഈ കേസ് പറയുന്നത് ഉത്തരം പറയും. ഈ അനാമികൊന്നും അറിയത്തില്ല. ഞങ്ങൾ തിരുവനന്തപുരംകാരുടെ റേഞ്ച് ഇപ്പൊ മനസ്സിലായോ? ഞങ്ങൾ അനാമിക എബി എന്ന് കണ്ണൂര്. അല്ല, ഞാൻ ഈ ഇരിക്കുന്നതിൽ കുറച്ചെങ്കിലും ഒരു ഡീസന്റ് ആയിട്ടുള്ള ആൾ ആലോചിച്ച് ഞാൻ പറയും ആരെങ്കിലും എന്തുകൊണ്ടെന്ന് അറിയാമോ? താങ്കളാണ് ഒറിജിനൽ ഫോട്ടോ ഇട്ടിട്ടുള്ളത്. കണ്ടോ താങ്കൾ ജെന്യുവൻ ആയിട്ടുള്ള ഒറിജിനൽ ആണെന്ന് നീ കണ്ടിട്ടുണ്ടോ സാരാഗ്രിയില്? ഇപ്പൊ ചോദിച്ച നബിയാണോ? ആ എബിയുടെ കൊഫ്റ്റിൽ നിന്ന് തന്നെ ഉണ്ട് അയാൾ ഒരു അഹങ്കാരം പിടിച്ച ഒരാളാണെന്നുള്ളത്. അല്ല ഞാൻ ഒറിജിനൽ അല്ല സുഹൃത്തെ. ഞാൻ മാത്രം അല്ലെന്ന് ഇയാളുടെ ഫോട്ടോ കാണുമ്പോഴേ അറിയാം ഇയാളൊരു വ്യാജന എന്നുള്ള കാര്യം. ആ ഫോട്ടോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല പിന്നെ രാജീവ്, ഞാൻ ഒറിജിനൽ അല്ലേ? ഡോക്ടർ കുമാരപിള്ള എന്ന് പറയുന്നത്. എനിക്ക് ഡോക്ടറേറ്റ് അത് കഴിഞ്ഞാ കിട്ടിയത്. സന്ദേശം ഫിലിമിന് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഡോക്ടറേറ്റ് ഇല്ല. അതിനുശേഷം പാർട്ടി അനുവദിച്ചത് ഡോക്ടറേറ്റ് എന്റെ ഉള്ളത്.
ഇപ്പൊ ഡോക്ടർമാരുള്ള എന്റെ DP എല്ലാം കറക്റ്റ് അല്ലേ? താങ്കള് ഞാനൊന്നും പറയുന്നില്ല സുഹൃത്തെ. ജോൺ ശിവോനം ചോദിക്കാൻ നിങ്ങൾ ഉത്തരം പറയും. അതെ, ഇവരൊക്കെ പരിഹാസികളാ ജോണേ. നമുക്ക് ദൈവമക്കൾക്ക് പറ്റിയ സ്ഥലമല്ല ഈ പരിഹാസികളുടെ ഇടയിൽ ഇരിക്കും. നമ്മള് തിരുവനന്തപുരംകാരോടൊരു ബഹുമാനമില്ല പൈലയിൽ. വിഷയത്തിലേക്ക് തിരിച്ചു പോയി. എനിക്കാണെങ്കിൽ ജോണിന്റെ ആൻസർ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കത്രിയാസ് എന്ന് പറഞ്ഞ യൂദാസിന്റെ ഒരു ബന്ധമായിട്ട് വരും തോന്നുന്നു. അളിയനായിട്ട് വരും. എന്റെ അമ്മായിയുടെ മകനാ യൂദാസ്. കത്രിയാസ് ഒരു ക്ഷിപ്ര കോപ്പിയാണ്. മുൻകോപി എന്താ ബൈബിളിൽ എന്താ വചനം ഉണ്ടല്ലോ, കത്രിയാസ് ഒരു മുൻകോപിയാണ്. അത് പോട്ടെ, ഇപ്പൊ നമ്മള് വിഷയത്തിലേക്ക് വാ. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. ഇപ്പൊ എങ്ങനെയാണ് ജോണിന്റെ പാപം? ഇപ്പൊ ജോണ് പറഞ്ഞു ഞാനൊരു വ്യഭിചാരിയാണ്, ബലാത്സംഗയാണ്, ഞാനൊരു കള്ളനായിരുന്നു എന്നൊക്കെ പറഞ്ഞു, അതിന് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അത് ദൈവം യേശു ഏതാണ്ട് തന്റെ പാപം ക്ഷമിച്ചെന്നും പറഞ്ഞു. അത് എങ്ങനെ ക്ഷമിച്ചു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വിഷയം മാറി പോകാതെ വിഷയത്തിൽ സുഹൃത്തെ, താങ്കൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഇയാളെന്ന് ബൈബിളും വായിക്കുന്ന ബൈബിൾ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുമില്ല അത് മനസ്സിലാ. അതാണ് കത്രിയാസ് കണ്ടിട്ടില്ല ബൈബിൾ. താഴെ ഇരിക്കുന്ന മാത്തു എന്ന് പറയുന്ന ആളിനെ കണ്ടോ? വിഷയത്തിൽ പുള്ളി സംസാരിച്ചോണ്ടിരിക്കുക. മിണ്ടാരിയടാ സാധാ വിവരം കേട്ടോ. ഞാന് ഈ ക്ലബ് ഹൗസിൽ വന്നിട്ട് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുന്ന ആളിനെ കണ്ട ഈ ഗ്രൂപ്പിലാണ്. മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് പറഞ്ഞ രണ്ടിന് തെറിയാണ് വിളിക്കുന്നത്. എന്നെ അല്ല, ഞാൻ അവിടെ സൈലന്റ് ആയിട്ടിരിക്കും. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കുറച്ചെങ്കിലും മാന്യന്മാർ അധിവസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എബിയും അനാമികയും സാരംഗ്രഹിക്കുകയും ഈ കത്രിയാസ് ആയാലും ഒത്തിരി ഡീസന്റ് ആണ്, ഒത്തിരി പക്വതുള്ള ആളാണെന്ന് തോന്നുന്നു. അങ്ങനെ പക്വതല്ല, ക്രിസ്ത്യാനികള് ഭാവികളെ ഓക്കെ. എനിക്കൊരു കോള് വിളിക്കണം, പിന്നെ ഫുഡ് കഴിക്കണം. ഞാൻ കഴിച്ചിട്ട് വേഗം ഞാൻ വിളിക്കാം, കുഴപ്പമില്ല. ഫുഡ് കഴിക്കുന്നത് ഈ രാജീവ് ഞാൻ കഴിച്ചിട്ട് ബൈ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, എന്തായാലും വരാം.